ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ തന്ത്രി കണ്ഠര് രാജീവർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുരുക്ക് വരികയാണ്. ഇരുവരോടും മാർച്ച് ആദ്യവാരം അടുത്ത ആഴ്ചയോളം എന്നാണ് കേൾക്കുന്നത് ED ഹാജരാവാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ SITയുടെ പ്രതിപ്പട്ടികയിലുള്ള മുഴുവൻ ആളുകളെയും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് നടപടി. നവമി ദിനേശ് ചേരുന്നു. നവമി, കണ്ഠര് രാജീവർ സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങിയ ആളല്ല. അദ്ദേഹം ജാമ്യഹർജിയിൽ ഉന്നയിച്ച വാദങ്ങൾ ഒരു പരിധിവരെ കോടതി അംഗീകരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അതേസമയം എൻ വാസു സ്വാഭാവിക ജാമ്യത്തിലാണ് പുറത്തിറങ്ങിയത്. ED ഇരുവരെയും വിളിച്ചു വരുത്തുമ്പോൾ സാമ്പത്തിക ഇടപാടുകൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും തന്ത്രി അനധികൃതമായ വലിയ നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ച തുകയൊക്കെ പുറത്തു വന്നതാണ്. എൻ വാസുവിൻ്റെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കുമായിരിക്കണം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുമ്പോൾ ഒരിടത്തു നിന്നും കണ്ഠര് രാജീവർക്ക് കുരുക്കഴിയുമ്പോൾ മറ്റൊരിടത്ത് കുരുക്ക് മുറുകുന്നു എന്ന സാഹചര്യം ഉണ്ടാകുമോ? സജിത്ത്, ഇതിപ്പോൾ നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITയുടെ പട്ടികയിലുള്ള എല്ലാവരെയും തന്നെ EDയും ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ കണ്ടതാണ്. ജയറാമിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇനിയിപ്പോൾ അടുത്തതായി നോട്ടീസ് അയച്ചിരിക്കുന്നത് SIT രജിസ്റ്റർ ചെയ്ത കേസിലെ മൂന്നാം പ്രതിയായിട്ടുള്ള എൻ വാസുവിനെയും ഒപ്പം തന്ത്രി കണ്ഠര് രാജീവരെ കൂടിയാണ്. ഇതിൽ തന്ത്രിയെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസം എന്നുള്ളത് വിജിലൻസ് കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകി. 41ാമത്തെ ദിവസമാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയത്. മറ്റു പ്രതികളെല്ലാം സ്വാഭാവിക ജാമ്യം നൽകി പുറത്തിറങ്ങുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ടുള്ള തെളിവില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടെന്ന് തെളിയിക്കാൻ SITക്ക് കഴിഞ്ഞില്ല എന്നുള്ള രീതിയിലേക്ക് കോടതി ഒരു നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയത്. അത് തന്നെയാണ് ഇപ്പോൾ EDയുടെ മുന്നിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തിന് ഒരു ആശ്വസിക്കാനുള്ള ഒരു വകുപ്പ് കോടതിക്ക് നൽകിയ ആ ഒരു ജാമ്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും